അല്ലാഹു വഅവഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളിഇഹി ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖിഹി ഫിൽ യം. മൂസ അലൈഹിസ്സലാമിന് അല്ലാഹു ബോധനം കൊടുത്തു, കുട്ടിക്ക് മുല കൊടുക്കാൻ. കുട്ടിയുടെ ജീവനിൽ ഭയപ്പെട്ടാൽ അവനെ പെട്ടിയിലാക്കിയിട്ട് അടക്കം ചെയ്ത് നൈൽ നദിയിൽ ഒഴുക്കാൻ. നൈൽ നദിയിലൂടെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല, വിശാലമാണ് ചരിത്രം. നൈൽ നദിയിലൂടെ ഈ പെട്ടി ഇങ്ങനെ ഒഴുകി വരുമ്പോഴാ കൊട്ടാരമുറ്റത്തിരിക്കുകയായിരുന്ന ഫറോവ അത് കാണുന്നത്. തന്റെ സേവകനോട് ആ പെട്ടി എടുത്തു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. പെട്ടി കൊണ്ടുവന്നോ. കൊട്ടാരമുറ്റത്ത് വെച്ച ആ പെട്ടി അങ്ങ് പൊളിച്ചു നോക്കുമ്പോഴാ അതാ സുന്ദരനായൊരു കുട്ടിയെ ആ പെട്ടിക്കകത്ത് കാണുന്നത്. ഉടനെ തന്നെ ഫറോവയുടെ ഭാര്യയാണ് ആസിയാ ബീവി റളിയല്ലാഹു അൻഹാ. ഖുർആൻ പറഞ്ഞ പെണ്ണാണല്ലോ അല്ലേ? ഖുർആൻ പറഞ്ഞ പെണ്ണ്. വളറബല്ലാഹു മതലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഫറോവയുടെ അവസാനത്തെ ഭാര്യയാണ്. അവസാനത്തെ ഭാര്യയാണ് അവരുടെ അഭിപ്രായം. അവസാനത്തെ ഭാര്യയാണ്. ഫറോവക്ക് ധാരാളം കുട്ടികൾ, ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. അതിനൊക്കെ പുറമെ ഏറ്റവും വലിയ ധിക്കാരിയായിരുന്നു, തമ്മാടിയായിരുന്നു ഫറോവ. ലോകരാജ്യങ്ങളിൽ നിന്ന് സുന്ദരികളായ പെണ്ണുങ്ങളെ തന്റെ രാജ്യത്ത് ഇറക്കുമതി ചെയ്ത് അവരുമായി ലയിക്കുമായിരുന്നു, വ്യഭിചരിക്കുമായിരുന്നു ഫറോവ. ആസിയ ബീവി റളിയല്ലാഹു അൻഹ തന്റെ മാതാവിനോടൊപ്പം നൈൽ നദിയിലേക്ക് കുളിക്കാൻ പോകുമ്പോഴാണ് ഫറോവ ആസിയ ബീവിയെ കാണുന്നത്. കണ്ട മാത്രയിൽ ഫറോവക്ക് ആസിയ ബീവി വല്ലാത്ത താല്പര്യം തോന്നി. കാരണം എന്താ? വല്ലാത്ത സുന്ദരിയാ. പെങ്ങളെ, നിങ്ങൾ കേൾക്കണോ? നിങ്ങൾ കേൾക്കണം ആസിയ ബീവിയെ കുറിച്ച്. എന്റെ പെങ്ങളെ, ചെറിയൊരു സൗന്ദര്യം ഉണ്ടാകുമ്പോഴേ അഹങ്കരിക്കുന്ന പെങ്ങളെ, ആ സൗന്ദര്യമല്ല അന്യർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന പെങ്ങളെ, നിങ്ങൾ കേൾക്കണം ആസിയ ബീവിയെ കുറിച്ച്. വല്ലാത്ത സൗന്ദര്യമാ ആസിയ ബീവിക്ക്. ഫറോവക്ക് എല്ലാ ദിവസവും ഒരു ഉലാത്തരുണ്ട്. തന്റെ പട്ടണത്തിലൂടെ എല്ലാ സൈനികരുടെയും കൂടെ ഒരു ഉലാത്തരുണ്ട് ഫറോവക്ക്. ഇതേപോലെ ഒരു ദിവസം ഇങ്ങനെ ഉലാത്തുമ്പോഴാണ് ആസിയ ബീവി മാതാവിന്റെ കൂടെ കുളിക്കാൻ പോകുന്നത് കാണുന്നത്. വല്ലാത്ത സൗന്ദര്യമാ. ഫറോവ അതിൽ ആകൃഷ്ടനായല്ലോ. ഫറോവ ആസിയ ബീവിയിൽ ആകൃഷ്ടനായി. തന്റെ പരിചാരകരെ, തന്റെ കിങ്കരന്മാരെ, സന്ദേശവാഹകരെ പറഞ്ഞയച്ചല്ലോ ഫറോവ. ആസിയായുടെ വീട് എവിടെയാ, വാപ്പയാരാ എല്ലാം അറിയാൻ. എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി വാപ്പയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ആസിയെ എനിക്ക് കല്യാണം ചെയ്തു തരണമെന്ന്. കല്യാണം ചെയ്യൂല എന്ന് പറഞ്ഞാലോ പിന്നെ തീക്ഷ്ണമായ വിഷമങ്ങൾ, പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഗത്യന്തരമില്ലാതെയാ ആസിയ ബീവിയെ മാതാപിതാക്കൾ ഫറോവക്ക് കല്യാണം ചെയ്തു കൊടുക്കുന്നത്. രണ്ടുപേരും തമ്മിൽ വലിയ വയസ്സിന്റെ അന്തരമുണ്ട്. എന്നാൽ ആസിയ ബീവിയുടെ കുടുംബക്കാർ, ആസിയ ബീവിയുടെ കുടുംബം വല്ലാത്ത മദനത്തെയുള്ള കുടുംബമാ. ആസിയ ബീവിയും സത്യസന്ധയാ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരിക്കൽ പോലും ഫറോവക്ക് ആസിയ ബീവിയിൽ ലയിക്കാനുള്ള അവസരം കൊടുത്തില്ല. ശാരീരികമായ ബന്ധം അവർ മുഖേന ഉണ്ടായിട്ടില്ല. എന്താ കാരണമെന്നറിയോ? ആസിയ ബീവിയെ ശാരീരികമായി ബന്ധപ്പെടണമെന്ന് ഫറോവ വിചാരിക്കുമ്പോഴേ ഫറോവയുടെ ശരീരം താനെ തളർന്നു പോകാം. അല്ലാഹു ആ തമ്മാടിയിൽ നിന്ന് ആസിയ ബീവിയെ രക്ഷപ്പെടുത്തിയതെങ്ങനെയാ? പെങ്ങളെ, രാജാതിരാജനായ അല്ലാഹുവിനോട് നിഷ്കളങ്കമായ ഒരു ഹറാമിലും എന്നെ പെടുത്തരുത് അല്ലാ എന്ന് ദുആ ചെയ്താൽ ഒരു തമ്മാടിയുടെയും കെണിവലയിൽ നമ്മൾ പോയി വീഴില്ല. എന്റെ സഹോദരി, പെങ്ങളെ, എന്റെ പൊന്നുമക്കളെ നീ കാക്കണയല്ല എന്ന് എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ മക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി പറഞ്ഞേക്കുന്ന സമയത്ത് ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ കാവലുണ്ടാകും. എന്റെ പെങ്ങളെ,
ചരിത്രമാ പഠിപ്പിക്കുന്നത്, നമ്മെ അള്ളാഹു പഠിപ്പിക്കുകയാ. ഏതായാലും അതാ വിവാഹം നടന്നു. ആസിയ ബീവി ഫറോവയുടെ കൂടെ ജീവിക്കുകയാണ്. അപ്പോഴാണല്ലോ മൂസ അലൈഹിസ്സലാമിന്റെ ഈ പെട്ടി, മൂസാ നബി അലൈഹിസ്സലാം ഈ പെട്ടിയിൽ എന്റെ അകത്തായി കൊട്ടാരമുറ്റത്തെത്തുന്നത്. ആസിയ ബീവി പറഞ്ഞ ഫറോവയോട്, ഓ എന്തൊരു നല്ല സുന്ദരനായ കുട്ടിയാ, ഈ കുട്ടിയെ നമുക്ക് ദത്തെടുക്കാമെന്ന്. അപ്പൊ ഫറോവ ചോദിച്ചത്രേ, ഇത് ഞാൻ ആ സ്വപ്നം കണ്ട കുട്ടിയാവോ? അപ്പോൾ ചോദിച്ചു അത്രേ. അപ്പൊ ആ സേവി പറഞ്ഞത്ര, എന്തോ ഒരു നിഷ്കളങ്കനായ കുട്ടി, എന്തൊരു സൗന്ദര്യം, നമുക്ക് പോറ്റാം, വളർത്താം. പക്ഷേ ഇതാ കുട്ടിയാകുമോ, ആ കുട്ടിയാകുമോ എന്ന് പരിശോധിക്കാനായി അവർ ഒരു തന്ത്രം മനഞ്ഞത്രേ. ഈ കുട്ടിയുടെ മുമ്പിൽ തീയും അതേപോലെ സ്വർണവും വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അവർ ചിന്തിച്ചത്, സ്വർണമാണ് ഈ കുട്ടി പിടിക്കുന്നത് എങ്കിൽ ഇതാ കുട്ടിയാണ് എന്ന് വിലയിരുത്തപ്പെടാൻ, തീയാണ് പിടിക്കുന്നതെങ്കിൽ സാധാരണ കുഞ്ഞാണെന്ന് മനസ്സിലാക്കാൻ. ചരിത്രം പറയുന്നത് മൂസ അലൈഹിസ്സലാം സ്വർണത്തിന് നേരെ കൈ കൊണ്ടുപോയെന്നാണ്. അള്ളാഹു കൈ തട്ടിത്തെറിപ്പിച്ചത്രേ ജിബ്രീൽ അലൈഹിസ്സലാം. എന്നിട്ട് മൂസ അലൈഹിസ്സലാം കുഞ്ഞാണ്, തീയെടുത്ത് വായിൽ ഇടുകയാണ്. അതുകൊണ്ട് നാവ് പൊള്ളിപ്പോയി. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാമിന് ശരിക്കും സംസാരിക്കാൻ കഴിയില്ല, വിക്കുണ്ടായിരുന്നു നാവിന്. അതുകൊണ്ടല്ലോ മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു ഫറോവയുടെ അടുത്ത് പോയി സംസാരിക്കാൻ പറഞ്ഞപ്പോ മൂസ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞത്, എനിക്ക് വിക്കുണ്ടല്ലോ റബ്ബേ, സംസാരിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഹാറൂനെയും നീ പ്രവാചകനായി നിയോഗിക്കണേ എന്ന്. അങ്ങനെ അല്ലാഹു ഹാറൂൻ അലൈഹിസ്സലാമിനെയും പ്രവാചകനായി നിയോഗിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരുമാണ് കൊട്ടാരത്തിൽ നിന്ന് സംസാരിക്കുന്നത്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഫറോവയെ പ്രബോധനം ചെയ്തപ്പോൾ അംഗീകരിച്ചില്ല എന്ന് മാത്രല്ല, എല്ലാം കേട്ടിട്ട് അവൻ പറഞ്ഞതെന്താ, ഹല്ലക ഇലാ അൻ തസക്ക വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ ഫഅറാഹുൽ ആയതൽ കുബ്റാ فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى. ഫറോവ എല്ലാവരോടും ധിക്കാരത്തോടെ പറഞ്ഞു, മൂസയുടെ റബ്ബല്ല, റബ്ബ് ഞാനാണ്. അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറഞ്ഞു. എന്നാൽ ഫറോവയെ കൊട്ടാരത്തിൽ ചെന്ന മൂസ അലൈഹിസ്സലാം പ്രബോധനം ചെയ്തപ്പോ ഫിർഔൻ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലോ ഫറോവയുടെ കൊട്ടാരത്തിനകത്ത് വെച്ച് ആസിയ റളിയല്ലാഹു അൻഹാ വിശ്വസിക്കുകയാ, ഈമാൻ കൊള്ളുകയാണ്, പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരാൻ. എന്നാൽ ദീനിലേക്ക് കടന്നു വന്ന കാര്യം ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ഫറോവയെ അറിയിച്ചില്ല. ആസിയ ബീവി മാത്രമല്ല, ഫറോവയുടെ കൊട്ടാരത്തിലെ സേവകയായിരുന്ന ഫറോവയുടെ കൊട്ടാരത്തിലെ സേവകയായിരുന്ന പെണ്ണും വിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാണ്. ആ സ്ത്രീയും പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാണ്. ഫറോവയുടെ കൊട്ടാരത്തിൽ രണ്ടാളുകൾ വിശ്വസിച്ചു. ഒന്ന് ആസിയാണ്, മറ്റൊന്ന് മാഷിതയാണ്. മാഷിത ബീവി മാത്രമല്ല, മാഷിത ബീവിയുടെ ഭർത്താവും വിശ്വസിച്ചു, അതേപോലെ കുട്ടികളും വിശ്വസിച്ചു. അവർ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഫറോവ ഈ വിവരം അറിഞ്ഞിട്ടില്ല. കൊട്ടാരത്തിൽ ഇവർ രണ്ടുപേരും വിശ്വാസികളായി കടന്നു വന്നിട്ടുണ്ട്. രഹസ്യമായാണ് അവർ ഇബാദത്തുകൾ ചെയ്യാറുള്ളത്. അങ്ങനെ അതാ മാഷിത ബീവി റളിയല്ലാഹു അൻഹാ ഒരു ദിവസം കൊട്ടാരത്തിൽ ഫറോവയുടെ കുട്ടികളുടെ മുടി ഇങ്ങനെ ചീകിക്കൊടുക്കുകയാണ്. അപ്പോഴാ കയ്യിൽ നിന്ന് ചീർപ്പ് നിലത്തേക്ക് വീണപാട് മാഷിത ബീവി റളിയല്ലാഹു അൻഹാ ആ ചീർപ്പെടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ അല്ലാഹ് എന്ന് പറയുകയും ചീർപ്പെടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട് പിന്നെയും വരാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ഫറോവയുടെ കുട്ടികൾ, ഫറോവക്ക് ആൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല, പെൺകുട്ടികളാണ്. അവർ ഉപ്പയെ വിവരമറിയിക്കുകയാണ് ഫറോവയെ. മാഷിത ബീവി അങ്ങയിലല്ല വിശ്വസിക്കുന്നത്. മാഷിത
മൂസയുടെ റബ്ബിന്റെ പേര് പറയുന്നത് ഞങ്ങൾ ഇന്ന് കേട്ടല്ലോ എന്ന് മക്കൾ ഉപ്പയോട് പറയുന്നത്. ഉടനെയാ മാഷിദ ബീവിയെ പിടിക്കുകയാണ് ഫറോവ. പിടിച്ചിട്ട് ചോദിച്ചു, മാഷിദ, നീ മൂസയുടെ റബ്ബിൽ വിശ്വസിച്ചിട്ടുണ്ടോ? മാഷിദ ബീവി റളിയല്ലാഹു അൻഹാ നിസ്സങ്കോചം പറഞ്ഞല്ലോ, ആമന്തു ബിറബ്ബി മൂസ വഹാറൂൻ, ഞാൻ മൂസാ നബിയുടെയും ഹാറൂൻ അലൈഹിസ്സലാമിന്റെയും മതത്തിലാണ്. ഫറോവ പറഞ്ഞു, മാഷിദ നീ മാറണോ? മാഷിദ ബീവി ഫറോവയുടെ കൊട്ടാരത്തിലെ പരിചാരികയാ. മാഷിദ ബീവിയോട് പറഞ്ഞല്ല, മാഷിദ നീ മാറണോ? മാഷിദ പറഞ്ഞു, മാറാൻ ഞാൻ തയ്യാറല്ല. മാഷിദയുടെ ഭർത്താവും മക്കളൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഫറോവ പിടികൂടുകയാണ്. മാഷിദ ബീവിയോട് പറഞ്ഞു, മാഷിദ നീ മാറിയില്ലെങ്കിൽ, നിന്റെ ഭർത്താവും മാറിയില്ലെങ്കിൽ മാതൃകാപരമായി ഞാൻ ശിക്ഷിക്കുമെന്ന്. ഈ രാജ്യത്ത് ഒരാളും പിന്നെ ആ മതത്തിലേക്ക് കടന്നു പോകാൻ പാടില്ല. ആ രീതിയിലാ ശിക്ഷാ നടപടികൾ ഞാൻ നടപ്പിൽ വരുത്തുക എന്ന് പറഞ്ഞത്. ഈ സാഹചര്യം നമ്മളെ നാട്ടിലുണ്ടായില്ലേ? ഈ സാഹചര്യം കാസർഗോഡ് ഉണ്ടായില്ലേ? സ്വന്തം ഇഷ്ടപ്രകാരം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്ന ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ട് തടഞ്ഞു നിർത്തുക, ഇത് പഴയ കാലത്തെ ഉള്ള സ്വഭാവമാണ്. പക്ഷേ മാഷിദ ബീവി റളിയല്ലാഹു അൻഹ മാറാൻ തയ്യാറായില്ല. അപ്പോഴാ ഫറോവത്തിന്റെ കിങ്കരന്മാരോട് വലിയൊരടുപ്പുണ്ടാക്കാൻ പറഞ്ഞു. അടുപ്പുണ്ടാക്കി. ആ അടുപ്പിന് മുകളിൽ വലിയൊരു ചട്ടി കൊണ്ടുവന്ന് വെക്കാനും ആ ചട്ടിയിൽ എണ്ണ നിറക്കാനും പറഞ്ഞു. എന്നിട്ട് ആ എണ്ണയുടെ അടിഭാഗത്ത് തീ കൊളുക്കാൻ പറഞ്ഞു. തീ കൊടുത്തോ. എണ്ണ എങ്ങനെ തളിച്ചു മറയാൻ തുടങ്ങി. അപ്പോഴാ മാഷിദ ബീവി റളിയല്ലാഹു അൻഹയും മാഷിദ ബീവിയുടെ മക്കളെയും ഭർത്താവിനെയും പിടിച്ചുകൊണ്ടുവരുന്നത്. ആദ്യമായി മാഷിദ ബീവി റളിയല്ലാഹു അൻഹയെ ഒരു പകൽ മുഴുവൻ ചുട്ടുപഴുത്ത മടരാരണ്യത്തിൽ കടത്തിയല്ലോ. ഈജിപ്തിനെ കുറിച്ച് അറിയാവുന്നവർക്ക്, കണ്ട ആളുകൾക്ക് അറിയാമല്ലോ, 96% മരുഭൂമിയാ ഈജിപ്തിൽ. ഒരു പകൽ മുഴുവനാ ചുട്ടുപൊള്ളുന്ന മടരാരണ്യത്തിൽ കിടത്തി മാഷിദ ബീവിയെ മാറ്റാൻ ശ്രമിച്ചു, മാറുന്നില്ല. പിന്നെയോ ഇരുമ്പിന്റെ ദണ്ടുകൾ ചുട്ടുപടിപ്പിച്ച് മാഷിദ ബീവിയുടെ ശരീരത്തിൽ എല്ലായിടത്തും ചൂടുവച്ച മാഷിദ മൂസയുടെ മതത്തിൽ നിന്ന് മാറണമെന്നാ പറഞ്ഞത്, മാറുന്നില്ല. മാഷിദ ബീവി റളിയല്ലാഹു അൻഹയും മക്കളെയും പിടിച്ചുകൊണ്ടുവന്നു. തിളച്ചു മറയുന്ന എണ്ണപാത്രം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മാഷിദ നീ മതത്തിൽ നിന്ന് മാറിയില്ലേ, നിന്റെ ഓരോ മക്കളും എണ്ണയിൽ കിടന്ന് വെന്തുരുങ്ങുന്നത് നീ കാണേണ്ടി വരാം. മാഷിദ ബീവി റളിയല്ലാഹു അൻഹാക്ക് മനം മാറ്റമില്ല. മാഷിദ ബീവിയുടെ മുമ്പിൽ വെച്ച് പ്രിയപ്പെട്ട ഭർത്താവിനെ എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞു ഫറോവ. എണ്ണയിൽ കിടന്ന ഭർത്താവ് ഇങ്ങനെ ആർത്ത് കരയുന്നതാണ് മാഷിദ ബീവി കാണുന്നത്. മാഷിദ കരയുന്നുണ്ട്, പക്ഷേ മനസ്സിനൊരൽപ്പം പോലും ചാഞ്ചല്യം ഉണ്ടായിട്ടില്ല. ഭർത്താവിനെ കൊന്നതിന് ശേഷം പറഞ്ഞു, മാഷിദ നീ മാറി എന്ന് പറയൂ മാഷിദ, ഇല്ലെങ്കിൽ ഈ ക്രൂരമായ ശിക്ഷക്കും നീയും വിധേയമാകും മാഷിദ. മാഷിദ ബീവി പറഞ്ഞു, ഇല്ല, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ആള് തന്നെയാണെന്ന് മാഷിദ ബീവി റളിയല്ലാഹു അൻഹ ഉറക്കെ വിളിച്ചു പറഞ്ഞല്ലോ. അപ്പോഴാണ് മാഷിദ ബീവിയുടെ മൂത്ത മകനെ പിടിച്ചത്. മൂത്ത കുട്ടിയെ പിടിച്ചിട്ട് എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ എണ്ണയിൽ കടന്ന് തന്റെ പ്രിയപ്പെട്ട ബിഞ്ചോമന വെന്തുരുകുന്നത് കണ്ട മാഷിദ ബീവി റളിയല്ലാഹു അൻഹ കണ്ണുനീർ പൊറുക്കുകയാ. ആലോചിക്കേണ്ട സഹോദരങ്ങളെ, സ്വന്തം മകന്റെ മരണം ദാരുണമായി കാണേണ്ടി വന്നൊരു മാതാവിന്റെ അവസ്ഥ എന്താകോ? ഒന്നാമത്തെ മകനെ പിടിച്ചോ. മാഷിദ ബീവിയോട് ചോദിച്ചോ, മാഷിദ നീ നിന്റെ മതത്തിൽ നിന്ന് മാറിയോ മാഷിദ? മാഷിദ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല. രണ്ടാമത്തെ കുട്ടിയെ വലിച്ചെടുത്ത് എണ്ണയിലേക്ക് വലിച്ചെറിയുകയാ. രണ്ടാമത്തെ പൊന്നുമോനും എണ്ണയിൽ കിടന്ന് വെന്തുരുകുകയാണ്. മാഷിദയോട് ചോദിച്ചു, മാഷിദ മൂസയുടെ മതത്തിൽ നിന്ന് നീ മാറിയോ മാഷിദ? മാഷിദ ബീവി പറഞ്ഞു, ഇല്ല, ഞാൻ മാറിയില്ല, ഞാൻ അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നുവെന്ന്. മൂന്നാമത്തെ കുട്ടിയെ പിടിക്കുകയാ. മൂന്നാമത്തെ കുട്ടി ചെറിയ കുഞ്ഞാ, ഓടിച്ചാടി കളിക്കുന്ന പ്രായമാ. ഉമ്മ ചിന്തിക്ക് പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾ
ആ കുട്ടിയെ പിടിക്കാൻ കിങ്കരന്മാർ വന്നപ്പോ ജേഷ്ഠ സഹോദരങ്ങൾ എണ്ണയിൽ കിടന്ന് വെന്തുരുകുന്നത് കണ്ട ഈ പിഞ്ചു പൈതൽ ഓടി വന്ന് മാതാവിന്റെ ഡ്രസ്സ് പിടിച്ചു പറ്റിപ്പിടിച്ചു നിൽക്കുകയാണ് തന്നെ മാതാവിന്റെ ശരീരത്തോട്. കിങ്കരന്മാർ വന്ന കുഞ്ഞുകുട്ടിയെ മാതാവിൽ നിന്ന് വേർപ്പെടുത്തിയെടുത്തു കൊണ്ടുപോയ ആ ദുഷ്ടന്മാർ എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞത് അത് കണ്ട മാഷിത്ത കരയാൻ കണ്ണുനീരില്ല. കണ്ണുനീര് പിന്നെ മാഷിതായിയുടെ കണ്ണിലില്ല. ഉമ്മ, നിങ്ങൾ ആലോചിക്കണേ, ഈമാൻ മുറുകെ പിടിച്ച വിഷയത്തിൽ എന്തൊക്കെ ദാരുണമായ സാഹചര്യങ്ങളാ മുൻഗാമികൾ സഹിക്കേണ്ടി വന്നത്. മൂന്നാമത്തെ കുഞ്ഞുമതാ എണ്ണയിൽ കിടന്ന് വെന്തുരുകി മരിക്കുകയാ. എനിക്ക് കിങ്കരന്മാർ ചോദിച്ചു, മാഷിത മാറ്റമുണ്ടോ നിനക്ക്? ഇല്ല, ഞാൻ മാറില്ല. അപ്പോഴാണ് കിങ്കരന്മാർ ഓടി വന്ന് മാഷിതായുടെ തൊക്കത്തുണ്ടായിരുന്ന മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിനെ പിടിച്ചു വലിച്ചത്. മാഷിത വിട്ടുകൊടുക്കാൻ കൂട്ടാക്കിയില്ല. ചോര പൈതലല്ലേ. പിടിച്ചു വലിച്ചവർ മാഷിതായുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി എണ്ണയിലേക്ക് എറിഞ്ഞു. മുലപ്പാൽ കുടിക്കുന്ന ആ പിഞ്ചു പൈതലും എണ്ണയിൽ കിടന്ന് വെന്തുരുകുകയാണ്. കണ്ടിട്ട് ചോദിച്ചു, കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, മാഷിത നീ മാറിയോ മാഷിത? ഇല്ല, ഞാൻ മാറിയിട്ടില്ല. ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ, എന്റെ റബ്ബ് അല്ലാഹുവാ. മാഷിത അപ്പോഴും ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോഴാ മാഷിത്തെ പിടിച്ചിട്ട് എണ്ണയിലേക്ക് എറിഞ്ഞത്. അങ്ങനെ കുടുംബത്തെ കൂട്ടമായി കശാപ്പ് ചെയ്തു. ഫറോവ നേരെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോഴാ കൊട്ടാരത്തിൽ ആസിയ ബീവി റളിയല്ലാഹു അൻഹ കൊട്ടാരത്തിനകത്തിരുന്ന് ഈ രംഗമെല്ലാം കാണുന്നുണ്ട്. വെളിയിൽ നടക്കുന്ന രംഗം. ആസിയ ബീവി കരയുകയാ. ഫറോവ കൊട്ടാരത്തിലേക്ക് കയറി വന്നല്ലോ. കൊട്ടാരത്തിൽ കയറി വന്ന ഫറോവ ആസിയ ബീവിയോട് വല്ലാത്ത ഇഷ്ടമാണ് ഫറോവക്ക്. കാരണം വല്ലാത്ത സൗന്ദര്യമാണ് ആസിയ ബീവിക്ക്. ആസിയയെ സംതൃപ്തിപ്പെടുത്താനെന്ന രീതിയിലാണ് ഫറോവ ചോദിക്കുന്നത്, ആസിയ എങ്ങനെ ഉണ്ട് നമ്മുടെ മതത്തെ കളവാക്കിയ ആളുകൾക്ക് നേരെ ഞാൻ നടത്തിയ ശിക്ഷാ നടപടികൾ? ഉടനെ ആസിയ കരഞ്ഞുകൊണ്ടാണല്ലോ പറഞ്ഞത് ഫറോവയോട്, നിങ്ങളാ ചെയ്തത് അനീതിയാണ്. ഫറോവ ഞെട്ടിത്തെറിച്ചു പോയി. എന്താ ആസിയ നീ പറയുന്നത്? നിങ്ങളാ ചെയ്തത് അനീതിയാണ്. ആ പെണ്ണും കുട്ടികളും എന്ത് തെറ്റാ ചെയ്തത്? അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നല്ലാതെ ഞാനും അതേപോലെ തന്നെയാണ്. ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ. ഈ ദാരുണമായ ശിക്ഷ ആസിയ ബീവി റളിയല്ലാഹു അൻഹ കൊട്ടാരത്തിന്റെ അകത്തു നിന്ന് കണ്ടപ്പോ ആസിയ ബീവിക്ക് അത് ഭയമല്ല സമ്മാനിച്ചത്, പിന്നെയോ ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഈ ക്രൂരമായ ശിക്ഷാ നടപടികൾ കണ്ടപ്പോ ആസിയ ബീവിക്കറിയാം, ഒരുപക്ഷെ ഞാനും ഇതിനേക്കാളേറെ സഹിക്കേണ്ടി വരുമെന്ന്. ഫറോവ ഞാൻ അവരോട് ചെയ്തത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ മടിയില്ലാതെ ആസിയ പറഞ്ഞല്ലോ, ധിക്കാരമാ നിങ്ങൾ ചെയ്തത് എന്ന്. ഉടനെ തന്നെ ആസിയ ബീവിയോട് കിങ്കരന്മാര് പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ആസിയയോട് മാറാൻ പറയണം. ആസിയ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണാ, പക്ഷേ കൊട്ടാരത്തിൽ എനിക്ക് വിരുദ്ധമായ സാഹചര്യം ഞാൻ അംഗീകരിക്കില്ല. ആസിയ ബീവി മാറാൻ തയ്യാറായില്ല. ആസിയ ബീവിയെ പിടിച്ചുകൊണ്ടുപോയി മാഷിദ ബീവിയെ ശിക്ഷിച്ച പോലെ ഒരു ദിവസം മുഴുവനും അരരാരത്തിൽ കിടത്തുകയാ. വൈകുന്നേരമായി മാറ്റമുണ്ടോ? മാറ്റമില്ല. ദിവസങ്ങളോളം കിടത്തി മാറ്റമില്ല. സുന്ദരിയായ ആസിയ കരക്കട്ട പോലെ കറുത്തുപോയി. എന്റെ സഹോദരി പെങ്ങളെ, കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കൺമഷിയിട്ട് ശരീരത്തിൽ മുഴുവൻ അത്തർ പുരട്ടി അല്ലെങ്കിൽ സ്പ്രേ അടിച്ച് പൗഡറിട്ട് കണ്ണിന്റെ പുരികം പണ്ണിന്റെ പുരികം അത് ഭംഗിയാക്കി അത് ചമപ്പിച്ച് ചുണ്ടുകൾ ചുമപ്പിച്ച് വെളിയിലേക്ക് ഇറങ്ങുന്ന പെങ്ങളെ, നിന്റെ ഈമാനാണതേ നീ കൊണ്ടുപോയി വിൽക്കുന്നത്. നീ പഠിക്കുക ആസിയ ബീവിയിൽ നിന്ന്. അതല്ലേ അല്ലാഹു 14 നൂറ്റാണ്ട് മുമ്പ് പുണ്യനബിയിലൂടെ ആസിയ ബീവിയെ നിനക്ക് മാതൃകയായി പറഞ്ഞു തന്നത്. നിനക്ക് മാത്രമല്ല, ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങൾക്കും അവസാനത്തെ മുഅ്മിനിനും ഈമാനിന്റെ വിഷയത്തിൽ മാതൃകയായി പറഞ്ഞു തന്നത് ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണല്ലോ. വളറബല്ലാഹു മതലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ
ഇദ് ഖാലത് റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഫറോവ ക്രൂരമായി ആക്രമിക്കുകയാ. ആസിയ ബീവിക്ക് മാറ്റമില്ല. ഇരുമ്പിന്റെ ദണ്ഡുകൾ പഴിപ്പിച്ച് ആസിയ ബീവിയുടെ ശരീരത്തിൽ ചൂട് പിടിപ്പിച്ചല്ല. മാറിയോ ആസിയ? ഇല്ല ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ. അവസാനം ആസിയ ബീവിയെ മാറ്റാൻ കഴിയില്ലെന്ന് ബോധ്യമായപ്പോഴാണല്ലോ ചുട്ടുപഴുത്ത ഇരുമ്പിന്റെ ദണ്ട് ചുട്ടുപടിപ്പിച്ച് ആസിയ ബീവിയുടെ ഗുഹ്യ ഭാഗത്തുകൂടെ കുത്തിക്കയറ്റിയത്. അപ്പോഴാണല്ലോ ആസിയ എന്ന പെണ്ണ് റബ്ബിനോട് ദുആ ചെയ്തത്. ആ ദുആ അല്ലാഹുവിന്റെ അർശിൽ ചെന്നലച്ചുപോയ എന്റെ സഹോദരി. അതുകൊണ്ടാണ് അല്ലാഹു ആ പ്രാർത്ഥന എടുത്തുദ്ധരിച്ചത്. എന്താ ദുആ ചെയ്തത്? വൈദറബല്ലാഹു മതലൽ ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, എനിക്ക് നീ സ്വർഗത്തിലൊരു കൊട്ടാരം പണിയണേ അല്ലാ. എപ്പോഴാ ആസിയ ബീവി ദുആ ചെയ്തതെന്നറിയാമോ? ലോകത്തെ ഏറ്റവും സൗകര്യങ്ങളുള്ള കൊട്ടാരമാണ് ഫറോവയുടെ കൊട്ടാരം. ലോകത്തന്നെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും സൗകര്യമുള്ള ഫറോവയുടെ കൊട്ടാരം. തനിക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്താൻ ദാസികൾ ഉണ്ട്. ലോകത്തെ ഏറ്റവും മേത്തരമായ വസ്ത്രമാ പെങ്ങളെ, ലോകത്തെ ഏറ്റവും മേത്തരം വസ്ത്രമാണ് ആസിയ ബീവി ധരിച്ചത്. ലോകത്തെ ഏറ്റവും മേത്തരമായ സുഗന്ധദ്രവ്യമാ ആസിയ ബീവി ഉപയോഗിച്ചത്. ലോകത്തെ ഏറ്റവും സുഭിക്ഷമായ ഭക്ഷണമാ ആസിയ ബീവി കഴിച്ചത്. ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ഫറോവയുടെ കൊട്ടാരം വലിച്ചെറിയുകയാണ് അല്ലാഹുവിന് വേണ്ടി. ഇനി എനിക്ക് ആ മേത്തരം വസ്ത്രം വേണ്ട, എനിക്ക് ആ സൗകര്യങ്ങളൊന്നും വേണ്ട. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ആ സൗകര്യങ്ങൾ മുഴുവൻ ഞാൻ വലിച്ചെറിയുകയാണ്. അതുകൊണ്ട് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, ഈ ഭൂമിയിലെ കൊട്ടാരം എനിക്ക് വേണ്ട, നിന്റെ സ്വർഗ്ഗത്തിലെ കൊട്ടാരം മതി എന്ന് ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ഫറോവയുടെ മുമ്പിൽ വെച്ച് ചെയ്ത ദുആ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നത്. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, ഫറോവയിൽ നിന്നും അവന്റെ കിങ്കരന്മാരുടെ ക്രൂരമായ അക്രമത്തിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് ആസിയ ബീവി ദുആ ചെയ്യുകയാണ്. പെങ്ങളെ, ആസിയ ബീവി ഭയപ്പെട്ടത് ഖബറാ, മഹ്ശറയാ. പെങ്ങളെ, എന്തേ നമ്മുടെ മനസ്സിലേക്കത് വരാത്തത്? എന്തേ നമ്മുടെ മനസ്സിലേക്കത് വരാത്തത്? ഇന്ന് ഒട്ടുമുക്കാൽ പെണ്ണുങ്ങളും വേഷം ധരിക്കാറുള്ളത്, തട്ടമിടാറുള്ളത് അത് അള്ളാഹു പറഞ്ഞ പോലെയല്ല, ഏതോ ഫാഷൻ ഡിസൈനിങ്ങിന്റെ ആളുകൾ പഠിപ്പിച്ച രീതിയിലാണ് അള്ളാഹു തട്ടമിടാൻ പറഞ്ഞത്. മാറത്തേക്ക് താഴ്ത്തിയിട്ട് തട്ടമിടണേ എന്ന് അള്ളാഹു പറഞ്ഞത്. അതുതന്നെ വലിയ തട്ടം, ചെറിയ തട്ടമല്ല. വലിയ പെണ്ണ് ചെറിയ തട്ടം ധരിക്കുന്ന കാലമാണിത്. വലിയ പെണ്ണ്, ഞാൻ ദുആ ചെയ്യാൻ പോകുന്നു അല്പസമയം കഴിഞ്ഞാൽ. അള്ളാഹു പറഞ്ഞ പോലെയല്ലാതെ തട്ടമിട്ട ഏതെങ്കിലും പെണ്ണുങ്ങൾ ഈ സദസ്സിലുണ്ടോ? അവർ എഴുന്നേറ്റ് പോകണേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ദുആക്ക് ഉത്തരം കിട്ടൂല. എത്ര കരഞ്ഞ് ദുആ ചെയ്തിട്ടും കാര്യമില്ല. ഇന്ന് അധിക പെണ്ണുങ്ങളും തട്ടമിടാറുള്ളത് അവരുടെ തട്ടത്തിനൊക്കെ ഒരു ലെയറാണ്, കുറേ ലെയറാണ്. വലിയ തട്ടെടുത്തിട്ട് കുറേ ലെയറാക്കും അവർ. എന്നിട്ട് ഈ തട്ടത്തിന്റെ രണ്ട് സൈഡും എടുത്ത് രണ്ടു ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് ചുറ്റിക്കെട്ടും അവർ. എന്നിട്ടൊരു 10 മിനിറ്റിൽ ഒരു 25 വട്ടെങ്കിലും ഒരു തട്ടങ്ങനെ ശരിയാക്കുന്നതാണ്. എന്താണ്? തീരെ കോലില്ലാത്ത ആളെ കോലപ്പെടുത്തുകയാണവർ, ഷെയ്പ്പാക്കണത്. പെങ്ങളെ, അല്ലാഹു തട്ടം ധരിക്കാൻ പറഞ്ഞത് നിങ്ങളുടെ തട്ടത്തിന്റെ തലപ്പ് മാറത്തേക്ക് താഴ്ത്തിയിടണേ എന്ന് അല്ലാഹു. അതാണ് അല്ലാഹു പറഞ്ഞത്. നീ അല്ലാഹുവിനെയല്ല അംഗീകരിച്ചത്, ഏതോ ഫാഷൻ ഡിസൈനർ ഉണ്ടാക്കിയ രീതിയാണത്.
പെങ്ങളെ മാറ്റത്. കടക്കണ്ടേ ഖബറിൽ എൻ്റെ പെങ്ങളെ, പോകണ്ടേ സ്വർഗത്തിൽ എൻ്റെ പെങ്ങളെ. സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണിന്റെ സ്വഭാവം നാലാണെന്നല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലത്ത ഖംസഹാ, 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിലനിർത്തുകയും വസാമത്ത് ഷഹറഹാ, പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പനുഷ്ഠിക്കുകയും വഅതഅത സൗജഹാ, തന്റെ ഭർത്താവിനെ അക്ഷരംപ്രതി അനുസരിക്കുകയും വഹഫിളത് ഫർജഹാ, അല്ലാഹു പറഞ്ഞ പോലെ വേഷം ധരിക്കുകയും ചെയ്ത പെണ്ണാ സ്വർഗത്തിന്റെ പെണ്ണെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഞമ്മക്കൊരു തട്ട അള്ളാഹു പറഞ്ഞ പോലെ ഇടാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾ എന്ത് മുസ്ലിം എന്നാ പറഞ്ഞത്? ഒരു തട്ടം പോലും അള്ളാഹു പറഞ്ഞ പോലെ ഇടാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളൊക്കെ പഞ്ചായത്ത് സർട്ടിഫിക്കറ്റിൽ റിലീജിയൻ എന്നിടത്ത് മുസ്ലിം മാപ്പിളാന്ന് എഴുതാനല്ലാതെ അള്ളാഹിൻ്റെ അടുത്തേക്ക് നിങ്ങളെയും പറ്റൂല എന്നാണ് അതിനർത്ഥം. അള്ളാഹു കാക്കട്ടെ.